ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എൻട്രോപ്പി ഓഫ് എ സ്റ്റീം. So we have been considering ice to steam. ഐസിനെ എന്താക്കി മാറ്റുകയാണ്? സ്റ്റീം ആക്കി മാറ്റുകയാണ്. അതിലുള്ള എല്ലാ ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഐസ് അറ്റ് T1 സ്റ്റീം അറ്റ് T2 ആയിട്ട് കൺവേർഷൻ ആണ്. സോ ഐസിന് ആദ്യം T1 ടു ആദ്യം എന്തായി മാറുകയാണ്? വാട്ടർ ആയിട്ട് വരികയാണ്. T1 എന്ന ടെമ്പറേച്ചർ ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് കമ്മിങ് ടു പ്ലേ. ദെൻ വാട്ടർ അറ്റ് T1 വാട്ടർ അറ്റ് T2 ആവും. സ്പെസിഫിക് ഹീറ്റ് ആണ് വരിക. കാരണം ടെമ്പറേച്ചർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഫേസ് ചേഞ്ച് ഇല്ല. മൂന്നാമത് വാട്ടർ അറ്റ് T2 നമ്മൾ എന്താക്കി മാറ്റുക? സ്റ്റീം അറ്റ് T2. അപ്പോഴാണ് ടെമ്പറേച്ചർ T2 ആണ്, ഫേസ് ചേഞ്ച് വരുന്നുണ്ട്, ലിക്വിഡ് ടു വേപ്പർ. ലേറ്റന്റ് ഹീറ്റിന്റെ ഇമ്പോർട്ടന്റ് വരും. സോ ഇത്രയും 3 സ്റ്റേജിലൂടെയാണ് എന്തായിട്ട് മാറുന്നത്? എൻട്രോപ്പി ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തേത് ഐസ് അറ്റ് T1 വാട്ടർ അറ്റ് T1, വാട്ടർ അറ്റ് T1 വാട്ടർ അറ്റ് T2, വാട്ടർ അറ്റ് T2 സ്റ്റീം അറ്റ് T2. ഓൾവേസ് എപ്പോഴും പ്രോബ്ലം സെക്ഷനിലാണ് എൻട്രോപ്പി ഓഫ് ദ സ്റ്റീമിന് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. പ്രോബ്ലംസ് ആണ് സാധാരണഗതി ചോദിക്കുക. അപ്പൊ എൻട്രോപ്പി ചേഞ്ച് എന്താ ചോദിച്ചാൽ നമുക്ക് ആകെ ഒന്നില്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റുള്ള ഫോർമുല അല്ലെങ്കിൽ ലാറ്റന്റ് ഹീറ്റുള്ള ഫോർമുല ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ 3 ഫോർമുല നമുക്ക് യൂസ് ചെയ്തിട്ട് വേണം എന്ത് കണ്ടുപിടിക്കാൻ? ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ. അതിങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല dQ/T ആണ്, നമുക്കറിയാം. അപ്പൊ ആദ്യത്തില് എന്ത് വരുന്ന വെച്ചാൽ ഐസ് അറ്റ് T1 വാട്ടർ അറ്റ് T1 ആണല്ലോ. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ആണ് വരുന്നത്. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് L1/T1 ആണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ളത്. Li ആണ് യൂസ് ചെയ്യുന്നത്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് T1 ടെമ്പറേച്ചർ. രണ്ടാമത്തെ കേസില് വാട്ടർ അറ്റ് T1 വാട്ടർ അറ്റ് T2 ആണ്, സ്പെസിഫിക് ഹീറ്റ് ആണ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റിന്റെ ഫോർമുല യൂസ് ചെയ്യുക, CdT/T. ഇന്റഗ്രേറ്റ് ചെയ്ത ClN T2/T1 വരും. സ്പെസിഫിക് ഹീറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള എൻട്രോപ്പി ചേഞ്ചിന്റെ ഫോർമുല. മൂന്നാമത്തെ കേസിൽ അതുപോലെ വാട്ടർ അറ്റ് T2 സ്റ്റീം അറ്റ് T2. അപ്പൊ എന്താ വരുന്നത്? ലാറ്റന്റ് ഹീറ്റ് ആ വരുന്നത്, ഫേസ് ചേഞ്ച് ആ വരുന്നത്. ഓക്കെ, ഫേസ് ചേഞ്ച് വരുന്ന T2 ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഫേസ് ചേഞ്ച് ആ വരുന്നത്. അപ്പൊ LS/T2. LS എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഇൻ ദ സ്റ്റീം ബൈ T2. അപ്പൊ ടോട്ടൽ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ Li/Tn പ്ലസ് C ln/T2/T1 പ്ലസ് LS/T2. ഇതാണ് ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ എൻട്രോപ്പി ഓഫ് ദ സ്റ്റീം. ഐസിനെ സ്റ്റീം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് ഇത്. ഓക്കെ, ഈ രണ്ടാമത്തത് എൻട്രോപ്പിയും അവൈലബിൾ എനർജിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അതിന് ഞാനൊരു ഹീറ്റ് എഞ്ചിൻ കൺസിഡർ ചെയ്യാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ കാർനോട്ട് എഞ്ചിൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ ഞാൻ കൺസിഡർ ചെയ്യണം. എൻട്രോപ്പി അവൈലബിൾ എനർജിന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു കാർനോട്ട് എഞ്ചിൻ ഡിസൈൻ ചെയ്യാണ്. അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, W/Q ആണ്. ഇതിന്റെ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് T1 ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് T0 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർമുല. 1 മൈനസ് നമുക്ക് എന്തായാലും കിട്ടിയത് 1 മൈനസ് T2/T1 ആയിരുന്നില്ലേ? അപ്പൊ T2 പറഞ്ഞ് ഞാൻ T0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് T0/T1 × Q ചെയ്താൽ മതി അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. W/Q ആണല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്തിട്ട് ആ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഒന്നുകൂടി കുറയ്ക്കുകയാണ്. ഒരു വർക്ക് കൊടുത്തിട്ട് T1 എന്നുള്ള ടെമ്പറേച്ചർ ഞാൻ T2ലേക്ക് മാറ്റുകയാണ്. അപ്പൊ എത്ര വർക്ക് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് ആ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ആ മാത്രമല്ലേ വർക്ക് ഡണ്ണിൽ വരുന്നുള്ളൂ. W' = 1 മൈനസ് T0/T2 × Q. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് W' എന്ന് പറഞ്ഞാല് W ആണ് വലുത്, W' ചെറുതാണ് അല്ലെ? ചെറിയ വർക്ക് കൊടുത്താൽ മതി, ടെമ്പറേച്ചർ കുറയ്ക്കല്ലേ. അപ്പൊ W' is less than W, T2 is less than T1. T1 ആണ് വലുത് അല്ലെ? T1 എന്ന് പറഞ്ഞ വർക്കിന് ഞാൻ വർക്ക് കുറച്ച് കൊടുത്താൽ മതിയല്ലോ, ടെമ്പറേച്ചർ കുറവല്ലേ. അപ്പൊ T2 is less than T1 എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തു. അപ്പൊ ആ ലോസ് ഓഫ് അവൈലബിൾ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എത്ര ലോസ് ആയി പോയിട്ടുണ്ട്, ഇതിൽ എത്ര ലോസ് ഓഫ് അവൈലബിൾ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? W മൈനസ് W' ചെയ്താൽ മതി. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് Qനെ പുറത്തേക്ക് എടുക്കാം, അതുപോലെ T0 ഞാൻ പുറത്തേക്ക് എടുത്തു അല്ലെ. അപ്പൊ ഇനി നമുക്ക് അറിയുന്ന ഒരു ഫോർമുല എന്താ? Q/T2 എന്ന് പറഞ്ഞാൽ എന്താ? Q/T2 Q/T1 ഉണ്ടല്ലോ. Q/T2 എന്ന് പറഞ്ഞാൽ S2 ആണ്. ഓക്കെ, Q/T1 എന്ന് പറഞ്ഞാൽ S1 ആണ്. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ചേഞ്ച് ഇൻ എൻട്രോപ്പി ആയിട്ട് മാറും അല്ലെ. ഇത് T0 ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി നോക്കാം. ഇതില് Q/T2 എന്ന് പറഞ്ഞാൽ ഗെയിൻഡ് ആണ്, എൻട്രോപ്പി ഗെയിൻഡ് ആണ്. മറ്റേത് എൻട്രോപ്പി ലോസ്ഡ് ആണ്, S1 ആണ്. അപ്പൊ S2 മൈനസ് S1 ഉള്ള ഫോർമുലയായി. ദിസ് ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, ഗെയിൻ ഇൻ എൻട്രോപ്പി ആയതുകൊണ്ട് ദിസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. T1 is greater than T2 ആയതുകൊണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഗെയിൻ ഇൻ എൻട്രോപ്പി ആണ് വരിക.
സോ ലോസ്റ്റ് ഇൻ അവൈലബിൾ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാം? ഗെയിൻ ഇൻ എൻട്രോപ്പി ഇൻറ്റു T0 എന്നുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ഇതാണ് റിലേഷൻ. ലോസ് ഇൻ അവൈലബിൾ എനർജിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. എൻട്രോപ്പി കൂടുമ്പോ അവൈലബിൾ എനർജി എന്താവും? കൂടും. ലോസ് ഇൻ അവൈലബിൾ എനർജി ശ്രദ്ധിക്കാം, ലോസ് ഇൻ അവൈലബിൾ എനർജി ആണ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. അപ്പൊ അവൈലബിൾ എനർജി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ എൻട്രോപ്പി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൈലബിൾ എനർജി എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ദിസ് ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി. വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല, മനസ്സിലാവാത്ത രീതിയിലാണ് ചോദിക്കുക. പക്ഷെ ഇതാണ് എഴുതേണ്ടത്. ഡീഗ്രഡേഷൻ ഓഫ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറിന്റെ കേസ് ഒക്കെ വരുന്ന എക്സ്പെരിമെന്റ് ആയിട്ട് പറയും. അപ്പൊ സ്റ്റാറിന്റെ കേസിൽ എങ്ങനെ എനർജി, എങ്ങനെ ലോസ് ഇൻ എൻട്രോപ്പി, എൻട്രോപ്പി എന്ന് പറഞ്ഞ ടേമും അതിലുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, എൻട്രോപ്പി കൂടുമ്പം അവൈലബിൾ എനർജി ഡിക്രീസ് ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇത് മുമ്പേ പറയേണ്ടായിരുന്നു നമ്മള്. എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഇൻക്രീസസ്. എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് പറയാനും വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ദ പ്രോസസ് ഇൻ ദ യൂണിവേഴ്സ് എന്താണ്? ഇറിവേഴ്സിബിൾ ആണ് അല്ലെ. നമ്മൾ 3 ചേഞ്ച് ഇൻ എൻട്രോപ്പീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കാർനോട്ട് എഞ്ചിൻ, അത് 0 ആയിപ്പോയി. റിവേഴ്സിബിൾ എഞ്ചിൻ, അതും 0 ആണ്. ടോട്ടൽ ക്ലോസ്ഡ് ഇന്റർണൽ റിവേഴ്സിബിൾ എഞ്ചിൻ 0 ആണ്. ക്ലോഷ്യസിന്റെ തിയറം. ഇനി നോക്കുക, അതുപോലെ ഇറിവേഴ്സിബിളിന്റെ എന്തായാലും എൻട്രോപ്പി ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു അല്ലെ. അപ്പൊ ഓൾമോസ്റ്റ് ഓൾ ദ പ്രോസസ്സിനും ഇറിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് തന്നെ എൻട്രോപ്പി എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് എന്താണ്? ഓൾവേസ് ഇൻക്രീസസ്. എൻട്രോപ്പി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓൾവേസ് ഇൻക്രീസസ്. ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ്. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എൻട്രോപ്പിയും ഡിസോർഡറും തമ്മിലുള്ള റിലേഷൻ ആണ്. എൻട്രോപ്പിയും ഡിസോർഡറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാല് എൻട്രോപ്പി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എൻട്രോപ്പിയും മാക്രോസ്കോപ്പിക് വേൾഡിനെയും മൈക്രോസ്കോപ്പിക് വേൾഡിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് S=K log omega എന്ന് പറയുന്നത്. ഇത് ഡിസോർഡർ പാരാമീറ്റർ ആണ്. ഡിസോർഡർ ഇൻക്രീസ് ചെയ്യും, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസോർഡർ ഇൻക്രീസ് ചെയ്യും. എവറി സിസ്റ്റം ടെൻസ് ടു പ്രൊസീഡ് ടുവാർഡ്സ് ദ സ്റ്റേറ്റ് ഓഫ് മാക്സിമം ഡിസോർഡറിലേക്ക് പോകുന്നതാണ് പറയുന്നത്. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസോർഡർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഡിസോർഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് S=K log omega ആണ്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ തുടങ്ങുക സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ബോൾട്സ്മാൻ ഈ ഇക്വേഷനിലാണ്. S=K log omega. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെമിനാർ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. S=K log omega എന്ന് പറയുന്നത് സേതുമാധവൻ സാറിന്റെ. So this is a very important equation when we consider the statistical mechanics in the starting എന്ന് പറയുന്നത് ബോൾട്സ്മാന്റെ ഈ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മള് ഈ ഇതിലാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഫസ്റ്റ് ലോ പറഞ്ഞു, സെക്കൻഡ് ലോ പറഞ്ഞു, ഇനി തേർഡ് ലോയില് ലേൺസ് ഹീറ്റ് തിയറം എന്നാണ് പറയുന്നത്. ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ എൻട്രോപ്പി എന്ത് ചെയ്യും? 0ലേക്ക് ടെൻഡ് ചെയ്യാണ്. ആബ്സല്യൂട്ട് 0ല് എൻട്രോപ്പി 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ മോളിക്യൂൾസിന്റെ സിസ്റ്റം എന്തായിട്ട് മാറും? പെർഫെക്റ്റ് ഓർഡറിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മോളിക്യൂൾസ് എന്തായിരിക്കും? പെർഫെക്റ്റ് ഓർഡർ ആയിരിക്കും. എൻട്രോപ്പി 0ലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആണെന്നാണ് ആ മെറ്റീരിയലിന് പറയുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ TS ഡയഗ്രാം. ഇതും കൂടെ നമുക്കിത് പറയണം. TS ഡയഗ്രാം കാർനോട്ട് എഞ്ചിൻ വെച്ചിട്ട് അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾ വെച്ച് TS ഡയഗ്രാം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാണ്. PV ഡയഗ്രാം എങ്ങനെയായിരുന്നു അല്ലെ? കാർനോട്ട് എഞ്ചിന്റെ ABCDയില് ഐസോതെർമൽ 2 ഐസോതെർമൽ പ്രോസസ്സും അതുപോലെ തന്നെ 2 അഡാബാറ്റിക് പ്രോസസ്സും. അത് നമ്മൾ TS ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 ഐസോതെർമൽ T1 T2 ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. 2 അഡാബാറ്റിക്കില് S1 S2 എന്താണ്? S1 S2 എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ എൻട്രോപ്പി ചേഞ്ചിന് എൻട്രോപ്പി കണ്ടുപിടിക്കുക. അതായത് S2 മൈനസ് S1 എന്ന് പറഞ്ഞാല് ഇവിടെ ടെമ്പറേച്ചർ Q1 അല്ലേ, ഇവിടെ ടെമ്പറേച്ചർ Q2 ആണ്. അപ്പൊ S1 മൈനസ് S2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? Q1/T1 എഴുതാം. ഇവിടെ അതുപോലെ S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ Q2/T2 നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ചേഞ്ചിൻ എൻട്രോപ്പിക്ക് 2 ഫോർമുല എഴുതാൻ പറ്റും. അതായത് S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ Q1/T1 ആണ്. S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ Q2/T2 ആണ്. അപ്പൊ Q1 T1 into S2 മൈനസ് S1 ഉം Q2 T2 into S2 മൈനസ് S1 ഉം എഴുതാൻ പറ്റും. Q1 മൈനസ് Q2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q1 മൈനസ് Q2 is equal to T1 മൈനസ് T2 S2 മൈനസ് S1 കോമൺ ആണ്, പുറത്തേക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഫിഷ്യൻസി കൂടെ കണ്ടുപിടിക്കുക. എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് വരും? Q1 മൈനസ് Q2/Q1 അല്ലേ. Q1 മൈനസ് Q2 ഇതാണ്,
Q1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T into S2 minus S1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ T1 minus T2 by T1. ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് സൈക്കിൾ ഓൾറെഡി നമ്മൾ കിട്ടിയതാണ്. അത് നമ്മൾ TS ഡയഗ്രത്തിൽ കൂടി ഒന്നും കൂടി പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഇതിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് എല്ലാം പഠിച്ചത്. എൻട്രോപ്പി ഓഫ് ദ സ്റ്റീം, ഹൈസ് ടു സ്റ്റീം ട്രാൻസിഷൻ പഠിച്ചു. എൻട്രോപ്പി അവൈലബിൾ എനർജിയും തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി. എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ഫിനോമിന നമ്മൾ പഠിച്ചു. പിന്നെ തേർഡ് ലോ, എൻട്രോപ്പി ഡിസോർഡറും തമ്മിലുള്ള റിലേഷൻ എന്നാണ് തേർഡ് ലോ പറയുന്നത്. അബ്സല്യൂട്ട് സീറോയിലേക്ക് പോകുമ്പോൾ എൻട്രോപ്പി ടെൻഡിങ് ടു സീറോ ആണെങ്കിൽ ദ മെറ്റീരിയൽ ഈസ് പെർഫെക്റ്റ് ആന്ന് പറഞ്ഞു. പിന്നെ TS ഡയഗ്രാം വെച്ചിട്ട് എഫിഷ്യൻസി എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കുക.